ബാക്ക് എൻഡ് എന്താണിതെന്ന് നിങ്ങൾക്ക് ഇപ്പോഴും കൺഫ്യൂഷനാണോ എങ്കിൽ സിമ്പിളായിട്ട് ഞാനത് പറഞ്ഞു തരാം. ഫ്രണ്ട് എൻഡ് ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ വെബ് ആപ്ലിക്കേഷനിൽ അല്ലെങ്കിൽ വെബ്സൈറ്റുകളിലൊക്കെ കാണുന്ന സാധനം, നമ്മൾ ഈ ഫ്രണ്ടിൽ നിന്ന് കാണുന്ന സാധനം, അതായത് HTML, CSS, JavaScript, അതുപോലെ അതിൻ്റെ ഫ്രെയിം വർക്കുകൾ, ലൈബ്രറി, ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാണ് ഈ ഫ്രണ്ട് എൻഡ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. പക്ഷേ ഇതിനൊരു ബാക്ക് എൻഡ് ഭാഗമുണ്ട്, ഒരു ബാക്ക് സൈഡ്, നമ്മൾ കാണാത്ത, യൂസർ കാണാത്ത ഒരു ഭാഗം കൂടിയുണ്ട്. അതിനേതാണ് നമ്മൾ ബാക്ക് എൻഡ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുക. അതായത് ലോജിക് ഓപ്പറേഷൻ, ഡാറ്റാബേസ് കണക്ഷൻ, ഈ കാര്യങ്ങളെല്ലാം നമ്മൾ എഴുതുന്ന ബാക്ക് എൻഡിലാണ്. ഇപ്പോൾ നോർമൽ ഒരു ആപ്ലിക്കേഷൻ ആണെങ്കിൽ, ഉദാഹരണം പറഞ്ഞാൽ ഫ്രണ്ട് എൻഡിലാണെങ്കിൽ HTML, CSS, JavaScript, അതുപോലെ റിയാക്ട്, ആംഗുലർ, Vue.js, ഇതൊക്കെ ഫ്രണ്ട് എൻഡ് ആപ്ലിക്കേഷൻസ് ആണ്, അല്ലെങ്കിൽ ഫ്രണ്ട് എൻഡിൽ വരുന്ന ടെക്നോളജീസും ലാംഗ്വേജസ് ആണ്. ബാക്ക് എൻഡിലാണെങ്കിൽ Node.js, അതുപോലെ തന്നെ പൈത്തൺ, അതുപോലെ PHP, ഈ സാധനങ്ങളൊക്കെ വരുന്നത് ബാക്ക് എൻഡ് ആണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള വ്യത്യാസങ്ങൾ. ഇത് രണ്ടും കൂടെ ചെയ്യുന്ന ആൾക്കാരുണ്ട്, അവരെയാണ് നമ്മൾ ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെൻറ്റ് എന്ന് പറയുക. അപ്പോൾ ഈ ഫുൾ സ്റ്റാക്ക് ഡെവലപ്പേഴ്സ് ഫ്രണ്ട് എൻഡും മാനേജ് ചെയ്യും, ബാക്ക് എൻഡും മാനേജ് ചെയ്യും. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്നതിനാണ് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസും കാര്യങ്ങളും ഉള്ളത് ഈ ഫുൾ സ്റ്റാക്ക് ഡെവലപ്പേഴ്സിൻ്റെ. അതുകൊണ്ടാണ് അപ്പോൾ ഫുൾ സ്റ്റാക്ക് ഡെവലപ്പർ ഒരു കമ്പനി ഹയർ ചെയ്യുമ്പോൾ കുറച്ച് കൂടുതൽ വർക്ക് ഫ്രണ്ട് എൻഡിലാണെങ്കിൽ അവർ അതിൽ ഡിപ്ലോയ് ചെയ്യും, ബാക്ക് എൻഡിലാണെങ്കിൽ അതിൽ ഡിപ്ലോയ് ചെയ്യും, ഇനി ഫുള്ളിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർ ഡിപ്ലോയ് ചെയ്യും. അപ്പോൾ അങ്ങനെയൊക്കെ കൊണ്ട് ഫുൾ സ്റ്റാക്ക് ഡെവലപ്പേഴ്സിന് കുറച്ചും കൂടി ഓപ്പർച്യൂണിറ്റീസും കൂടും.